ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, പിന്നെ ആഫ്രിക്കയിലെ മലാവി, ഉഗാണ്ട അങ്ങനത്തെ കൺട്രീസിലെ ഈ മെന്റൽ ഹെൽത്തിന്റെ ഓർഗനൈസേഷനും പിന്നെ യുവജനങ്ങളെ ശാക്തീകരിക്കുന്ന ഓർഗനൈസേഷനിലും ഒക്കെ ഇന്ത്യയുടെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 4 രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നിരക്ക്. SSLCയുടെ സമയത്ത് കുട്ടികൾ മരിക്കുന്നതുകൊണ്ട് ഞാൻ DGPക്ക് കത്തെഴുതി. അപ്പോൾ അവിടെ നിന്ന് ഉത്തരവ് കിട്ടി. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആത്മഹത്യാ പ്രതിരോധ കമ്മീഷൻ തുടങ്ങണം. ടെലിമനസ്സൊക്കെ ഭയങ്കര വീക്കായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അത് 24 മണിക്കൂറും ആക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മരിക്കാൻ പോകുന്ന ഒരാളെ വിളിക്കുന്നെങ്കിൽ അയാൾക്ക് അത്ര പേഷ്യൻസ് ഒന്നും കാണത്തില്ല. എല്ലാ ദിവസവും ഒരാളെങ്കിലും ആത്മഹത്യ എന്ന് പറഞ്ഞ ന്യൂസ് കാണാറുണ്ട്. ഡെയിലി നടക്കുന്നതുകൊണ്ട് ആത്മഹത്യാ പ്രതിരോധ കമ്മീഷൻ ഉണ്ടാക്കി എടുക്കണം. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ സ്പോട്ടിഫൈയിൽ വരെ ആഡ് ആയിരുന്നില്ലേ? അപ്പോൾ അതുപോലെ സമയത്ത് ഇങ്ങനത്തെ ഡിസ്ട്രസ് അടിച്ചിരിക്കാൻ നേരത്ത് വിളിക്കാനുള്ള നമ്പറും അത് ഈ ഡെയിലി റൂട്ടീനിൽ ഭാഗമാക്കണം. എൻ്റെ പേര് അനീക്ഷ എന്നാണ്. 16 വയസ്സാണ്. അപ്പോൾ ഞാൻ ആലുവയിലെ SNDP ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, പിന്നെ ആഫ്രിക്കയിലെ മലാവി, ഉഗാണ്ട അങ്ങനത്തെ കൺട്രീസിലെ ഈ യൂണിവേഴ്സിറ്റീസ്, പബ്ലിക് യൂണിവേഴ്സിറ്റീസ്, പിന്നെ ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ ഓർഗനൈസേഷനും പിന്നെ യുവജനങ്ങളെ ശാക്തീകരിക്കുന്ന ഓർഗനൈസേഷനിലൊക്കെ ഈ ഇന്ത്യയുടെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത് ഒരു ഓർഗനൈസേഷന് ഫിലിപ്പീൻസിലൊരു സർട്ടിഫിക്കേഷൻ കിട്ടി. ആ ഓർഗനൈസേഷൻ യൂത്ത് മെൻ്റൽ ഹെൽത്ത് അലയൻസ് മൂവ്മെൻ്റ് എന്നാണ് പേര്. അപ്പോൾ അവർ ഇപ്പോൾ നിലവിൽ തന്നെയായിട്ടൊരു ബുക്ക് എഴുതുകയും അത് ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഇന്ത്യയിലേക്ക് ഈ ഓഗസ്റ്റിൽ വരാമെന്ന് താല്പര്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരായിട്ട് ഈ ഇന്ത്യയിലെ ഈ എംബസി, അവിടുത്തെ എംബസിയും ഇവിടുത്തെ ഹൈക്കമ്മീഷനും തമ്മിൽ ഇവിടുത്തെ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് നടത്താനായിട്ടാണ് പ്രോഗ്രാം. ഈ യുവജനങ്ങളുടെ മാനസികാരോഗ്യം പിന്നെ വിദ്യാർത്ഥികളിലെ ആത്മഹത്യാ നിരക്ക് കൊണ്ടൊക്കെയാണ് ഇതിലേക്ക് എത്തിയത്. അപ്പോൾ ഇന്ത്യയിൽ ഈ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്തൊക്കെ പത്രത്തിൽ വായിക്കുകയും അതുമൂലം ദിവസവും വാർത്തകൾ വെട്ടിയെടുക്കുകയും അത് സൂക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ NCRBയുടെ കണക്കൊക്കെ എപ്പോഴും നോക്കി പ്രിൻ്റ് എടുക്കാറും വായിച്ചു പഠിക്കാറും ഒക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇന്ത്യയിലെ ആത്മഹത്യാ നിരക്കും കെനിയയിലെ ആത്മഹത്യാ നിരക്കും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അവിടുത്തെ ഓർഗനൈസേഷൻ പേര് ഇങ്ങനെ മീറ്റിംഗ് കൂടാറുണ്ട്. അപ്പോൾ അവിടെ ഡീക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട്. ആത്മഹത്യ അവിടെ തെറ്റല്ല, ഇന്ത്യയിൽ അത് നിലനിൽക്കുന്ന കുറ്റമാണ്. അപ്പോൾ ഇവിടുത്തെ നിയമം തമ്മിൽ കമ്പയർ ചെയ്യൽ, ഇവിടുത്തെ ആത്മഹത്യ എങ്ങനെ കുറക്കുക, അവിടുത്തെ ആത്മഹത്യാ നിയമം എങ്ങനെ ശക്തമാക്കുക, അങ്ങനെയൊക്കെയാണ് അവിടെ ചർച്ചയിൽ കെനിയ വഴി പങ്കെടുക്കാറ്. പിന്നെ ഇന്തോനേഷ്യ വഴിയാണെങ്കിൽ അവരായിട്ട് ഇപ്പോൾ നിലവിൽ ഒരു ബുക്കും പിന്നെ ജമൈക്ക എന്ന് പറഞ്ഞൊരു കൺട്രിയിലും ഒരു ബുക്ക് എഴുതുന്നുണ്ട്. അതൊരു ഹിന്ദു മിത്തിയോളജിക്കൽ ബുക്ക്, ഒരു ഈ മോട്ടിവേഷൻ രീതിയിൽ ഒരു എന്താ പറയുക കോസ്മിക് ആയിട്ടൊരു പുള്ളിയായിട്ട് എഴുതുന്നത്. അതൊരു ആർട്ടിസ്റ്റാണ് അവിടുത്തെ. ഇപ്പോൾ നിലവിൽ ഓഗസ്റ്റിൽ ഉഗാണ്ടയിലൊരു വ്യക്തിയും പിന്നെ ഇന്തോനേഷ്യയിലെ ഒരു ഓർഗനൈസേഷൻ്റെ ഹെഡും വരാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ട്. ഞാൻ 8th പഠിക്കുമ്പോഴാണ് ഈ മേഖലയിലേക്ക് എത്തിച്ചേരുന്നത്. ഇതിന് നിരവധി ഒരു പ്രചോദനമായിട്ടുണ്ട്. ഈ ആദിവാസി മേഖലയിലും പിന്നെ വിദ്യാർത്ഥികളിലൊക്കെ കുറേ പേര് ആത്മഹത്യയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ ചർച്ചയിലും പിന്നെ ഈ കുറേ ധ്രുവറാട്ടി അങ്ങനത്തെ കുറേ യൂട്യൂബ് ചാനൽസിലൊക്കെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് മോട്ടിവേഷൻ കയറിയത്. അപ്പോൾ ആദ്യം എഴുതിയത് നീതി ആയോഗിനാണ് മെയിൽ ചെയ്തത്. അത് റിപ്ലൈ കിട്ടിയില്ല. പിന്നെ ഇങ്ങനെ കുറേ ഗവൺമെൻറ് മിനിസ്ട്രീസിനൊക്കെ മെയിൽ ചെയ്ത്, ഈ ടെലിമനസ് എന്ന് പറഞ്ഞൊരു ഹെൽപ്പ് ലൈൻ ഉണ്ട് ഈ ആത്മഹത്യ ഇന്ത്യയെ കുറക്കാൻ, അവർക്ക് മെയിൽ ചെയ്ത്. പിന്നെ ഈ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് മിനിസ്റ്ററായിട്ട് ഓൺലൈനായിട്ട് മീറ്റിംഗ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ സെക്രട്ടറി അങ്ങനെ കുറേ പേരായിട്ട് മീറ്റിംഗ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിലവിൽ കുറേ പരിമിതികളുണ്ട്. ആത്മഹത്യാ നിരക്ക് നിലവിൽ കുറക്കാനായിട്ട് ഇവിടെ ഈ സ്റ്റേറ്റിൽ കുറേ പരിമിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പുറത്തുള്ള കൺട്രീസ്, ഫിലിപ്പീൻസ് പോലെ ചെറിയ കൺട്രീസിലൊക്കെ മെയിൽ ചെയ്തത്. ഇതൊക്കെ നോൺ പ്രോഫിറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അവർ നോൺ പ്രോഫിറ്റ് ചാരിറ്റി ഓർഗനൈസേഷനായിട്ടാണ് ചെയ്യുന്നത്. ഫിലിപ്പീൻസിലും ആത്മഹത്യ ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ ആത്മഹത്യയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഫിലിപ്പീൻസിലേക്ക് മെയിൽ അയക്കുകയും അവിടുത്തെ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമാവുകയും ചെയ്തത്. രണ്ടാമതായിട്ട് ഇന്തോനേഷ്യയിലെ ഒരു ഓർഗനൈസേഷനിലേക്ക് കയറി. അപ്പോൾ ആ ഓർഗനൈസേഷനിൽ കയറുമ്പോൾ അത് ഈ അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് ഫിനാൻഷ്യലായിട്ട് കുറേ സ്ട്രെയിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വേറെ ജമൈക്കയിലെ ഒരു ഓർഗനൈസേഷനായിട്ട് സംസാരിച്ചിട്ട് അവർ ഇവരും തമ്മിലൊരു ബുക്ക് എഴുതാനൊരു ധാരണയൊക്കെ വെച്ചു. പിന്നെ അവരൊരു ചാൻസർ റീഹാബിലിറ്റേഷൻ സെൻ്റർ എന്നാണ് പേര് ജമൈക്കയിലെ ഓർഗനൈസേഷൻ്റെ. അപ്പോൾ അവർ ഈ സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റും പിന്നെ യൂത്തിന് മോട്ടിവേഷനൊക്കെ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അവരായിട്ട് ഇമെയിൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവരിപ്പോൾ ഇന്ത്യയുടെ ഒരു യൂത്ത് കൊളാബറേഷൻ ഹെഡായിട്ടാണ് അവർ നിയമിച്ചേക്കുന്നത്. അപ്പോൾ അവരുടെ ഫണ്ടിങ്ങിൻ്റെ കാര്യം നോക്കൽ, പിന്നെ ഇന്ത്യ ഗവൺമെൻറ്റായിട്ട് എങ്ങനെയും ചെയ്യാൻ പറ്റുമെന്ന് മെയിൽ അയച്ചും കത്തെഴുതിയും അവരുടെ ഒരു ഒഫീഷ്യലായിട്ടുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ വഴി ചെയ്യലും ഒക്കെയാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഡെയിലി കുറേ തൗസൻഡ്സ് ഓഫ് മെയിൽ വരെയും തിരിച്ചയക്കുകയും ഓരോ ഓർഗനൈസേഷൻ തമ്മിൽ കൊളാബറേറ്റ് ചെയ്യുകയും മീറ്റിംഗ് കൂടുകയും
ഇവിടെ കുറച്ച് പേര് വരെയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ അടക്കം 4 രാജ്യങ്ങളിലാണ് ഈ യൂത്ത് അഡ്വക്കസിയും പിന്നെ ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ 4 രാജ്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നിരക്ക്. അത് പോപ്പുലേഷൻ ബേസിസിലാണ്. ചിലപ്പോൾ അവിടെ ആയിരിക്കും കൂടുതൽ, പക്ഷേ ഇവിടുത്തെ ആ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വെച്ച് കണക്കിറക്കുമ്പോൾ ഇവിടുത്തെ കൂടുതലായിട്ട് കാണിക്കും. അതുകൊണ്ട് നിലവിലെ ഒരു അക്കോർഡ് അനുസരിച്ച് ഇവിടെയാണ്, ഇന്ത്യയിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഈ യൂത്തിൽ സൂസൈഡ് നടക്കുന്നത്. സോഷ്യൽ ഐസൊലേഷനാണ് ഏറ്റവും വലിയ കാരണം. പിന്നെ പ്രായവരൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് മക്കളുടെ ഒരു സ്വഭാവദൂഷ്യം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. യൂത്ത് ചൈൽഡ് റൈറ്റ് ഒക്കെയാണ് ഫോക്കസ് ചെയ്യണത്. അപ്പോൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യണത് ഈ കുടുംബ വിഷയം കാരണമാണ്. അത് ഫിലിപ്പീൻസിലും കെനിയ, മലാവി അവിടത്തെയൊക്കെ ഈ യുഎൻ്റെ ബുക്സൊക്കെ ഹാൻഡ് ബുക്കൊക്കെ ഉണ്ട് പഠിച്ചേക്കണം. അതിലൊക്കെ പറയുന്നത് ഈ ഫാമിലി ഇഷ്യൂസ് കാരണമാണ് കൂടുതൽ ഒരു മരിക്കണത്. പിന്നെ ഇപ്പോൾ ഈ AI ഒക്കെ ഉള്ളതുകൊണ്ട്, ഈ ചാറ്റ് ബോട്ടൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ ഹ്യൂമൻസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയുന്നതുകൊണ്ട് സോഷ്യൽ ഐസൊലേഷൻ വഴി കൂടുതൽ പേര് ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നുണ്ട്. അത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ. ആത്മഹത്യ തടയാനായിട്ട് ഇപ്പോൾ ബേസിക്കലി ഫിലിപ്പീൻസിൽ അവരൊരു ഹോട്ട് ലൈൻ തുടങ്ങിയിട്ടുണ്ട് 24 മണിക്കൂറും. അതൊരു 5 പേരായിട്ട് അവർ നോക്കുന്നത്. അവരെ വീട്ടിൽ തന്നെയിട്ട് അതിൻ്റെ ഒരു കൺട്രോൾ റൂം പോലെ. അപ്പോൾ അതിലേക്ക് വരെ ഓരോരുത്തർ കോൾ ചെയ്യുകയും ഇവരെ കോൾ അറ്റൻഡ് ചെയ്യുകയും ഭയങ്കര എമർജൻസി കേസ് ആണെങ്കിൽ ഫിലിപ്പീൻസിൽ അവിടുത്തെ ഗവൺമെൻറ്റിന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ പ്രൈവറ്റ് ഹോട്ട് ലൈൻ കുറവാണ്. ഇന്ത്യയിൽ ടെലിമനസ് ഉണ്ട്, പിന്നെ ഗവൺമെൻറ് ടെലിമനസ് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഈ കമ്പനിയുടെ ഈ ഫണ്ടിൽ നിന്നൊക്കെ ഉപയോഗിച്ച് അത് ഞാൻ വെറുതെ ടെസ്റ്റ് ചെയ്യാനായിട്ട് കോളൊക്കെ ചെയ്ത് നോക്കിയിട്ട് എടുത്തിട്ടില്ല. ഫിലിപ്പീൻസിലാണ് ഇപ്പോൾ നിലവിൽ തടയാനായിട്ടുള്ളൊരു കാര്യം ചെയ്തേക്കുന്നത്. ഇപ്പോൾ നിലവിൽ ബുക്ക് എഴുത്ത്, പിന്നെ മെയിൽ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഗവൺമെൻറ്റായിട്ട് കൊളാബറേറ്റ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് അയക്കില്ല, അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മീറ്റിംഗ് പങ്കെടുക്കൽ. ഇന്ത്യയിൽ കുറച്ച് ഓർഗനൈസേഷൻ, ഈ തമിഴ്നാട്ടിലെ ഈ ചെറിയ ഓർഗനൈസേഷനൊക്കെ ഉണ്ട്. അവരാണ് കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. ഈ നിലവിൽ കേരളത്തിൽ അങ്ങനെ അധികം ഓർഗനൈസേഷൻ മെയിൽ ചെയ്തിട്ടില്ല. കൂടുതലും പുറമേ നിന്നുള്ള വർക്ക് തന്നെയാണ്. നീതി ആയോഗിനൊക്കെ മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ റിപ്ലൈ കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ ഈ ഇതുണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്. അത് ഈ കലോത്സവത്തിൻ്റെ സമയത്തും ഈ വിദ്യാർത്ഥിയുടെ സ്ട്രെസ്സ്, പിന്നെ ഈ SSLCയുടെ സമയത്ത് കുട്ടികൾ മരിക്കുന്നതുകൊണ്ട് ഞാൻ DGPക്ക് കത്തെഴുതി, ADGP ക്രൈം ലോ ആൻഡ് ഓർഡർ എല്ലാവർക്കും മെയിൽ ചെയ്ത്. അപ്പോൾ അവിടെ നിന്ന് ഉത്തരവ് കിട്ടി, എല്ലാ സ്കൂളിലും കൗൺസിലിംഗ് അവൈലബിൾ ആക്കണം, ഒരു പരിധി കൂടുതൽ സ്ട്രെസ് അടിക്കുകയാണെങ്കിൽ ഈ ഇതുണ്ട്, ചിരി ഹെൽപ്പ് ലൈൻ ഉണ്ട്, അതിലേക്ക് വിളിക്കാനായിട്ട് നോട്ടീസ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഉത്തരവ് കിട്ടി. അത് കുറേ സ്ഥലത്ത് നിന്ന് കിട്ടി. സോഷ്യൽ പോലീസിംഗ് ഡയറക്ടറേറ്റ്, ADGPയുടെ ഓഫീസ്, DGPയുടെ ഓഫീസ്, പിന്നെ ബാലാവകാശ കമ്മീഷൻ്റെ ഓഫീസ്, പിന്നെ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്, അവിടെ നിന്നൊക്കെ ഈ ഉത്തരവ് കിട്ടി അനുകൂലമായിട്ടുള്ളൂ. എനിക്ക് സോഷ്യൽ മീഡിയ പേജ് ഉണ്ട്, പക്ഷേ ഭയങ്കരമായിട്ട് ആക്റ്റീവ് അല്ല. ഈ ഓർഗനൈസേഷൻ്റെ സോഷ്യൽ മീഡിയ പേജ് വഴിയാണ് കൂടുതലും ആക്റ്റീവ് ആവാറ്. അത് ഈ ഫിലിപ്പീൻസിലെ ഒരു ഓർഗനൈസേഷനാണ്, യൂത്ത് മെൻ്റൽ ഹെൽത്ത് അലയൻസ് മൂവ്മെൻറ്റിന് എല്ലാ പ്ലാറ്റ്ഫോമിലും പേജ് ഉണ്ട്. പിന്നെ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ തുടങ്ങണുള്ളൂ, കുറച്ച് നാൾ മുമ്പ് ഒരാൾ കാണാൻ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒറ്റയടിക്ക് അങ്ങനെ ഒന്നും ഹോട്ട് ലൈൻ തുടങ്ങാനോ അങ്ങനെ ഒറ്റയടിക്കൊന്നും ചെയ്യാൻ ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ നിലവിലൊരു ബുക്ക് എഴുതുക, പബ്ലിഷ് ചെയ്യുക, ഫണ്ട് ലഭ്യമാക്കുക, പിന്നെ വേറെ കൺട്രീസിലെ ഓർഗനൈസേഷനായിട്ട് എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് തുടങ്ങുക, ഇങ്ങോട്ട് വരാം, അങ്ങനെ ഒരു സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സാണത്. എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് ബേസിക്കലി ഇമെയിൽ വഴിയാണ് എല്ലാ കമ്മ്യൂണിക്കേഷനും. സോഹോ മെയിലുണ്ട്. പിന്നെ പേജിൽ വലിയ ആക്റ്റീവ് അല്ല, ഓർഗനൈസേഷൻ്റെ പേജിൽ ആക്റ്റീവ്. അത് എല്ലാ വീക്കും ഡെയിലിയൊക്കെ ഇങ്ങനെ ഓരോ ബാംഗ്ലാദേശിലെ മന്ത്രിമാരെ കിട്ടും, അങ്ങനെ കുറേ കൺട്രീസിലെ മന്ത്രിമാരെയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഗൂഗിൾ മീറ്റും ഒക്കെ പങ്കെടുക്കാറുണ്ട്. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആത്മഹത്യാ പ്രതിരോധ കമ്മീഷൻ തുടങ്ങണം. അതിനായിട്ട് ഇന്ത്യയിൽ നിലവിൽ അങ്ങനത്തെ കമ്മീഷനൊന്നുമില്ല. ഇപ്പോൾ ഒരാൾ മരിക്കുകയാണെങ്കിൽ ഈ കേസ് എടുക്കുന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇതല്ലേ, ഒരു മിത്താണ്. എന്ന് വെച്ചാൽ ഒരാൾ മരിച്ചാൽ ഇപ്പോൾ കാരണം കണ്ടുപിടിക്കൽ ഭയങ്കര പാടാണ്. കോൾ റെക്കോർഡ് നോക്കി ഭയങ്കര സിമ്പിളായിട്ട് ആ പ്രോസസ്സ് പോകുന്നത്. ഇപ്പോൾ ഒരാളെങ്ങനെ മരിച്ചതെന്ന് അയാളുടെ അടുത്ത് തന്നെ ചോദിക്കാൻ എന്താ പറയുക, പ്രാക്ടിക്കലായിട്ട് അങ്ങനത്തെ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അത് ഇൻവെസ്റ്റിഗേഷൻ ഭയങ്കര എന്താ പറയുക സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരാൾ മരിക്കാതിരിക്കാനാണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. അപ്പോൾ ഒരാൾ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ടെലിമനസൊക്കെ ഭയങ്കര വീക്കായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അതിൽ കറക്റ്റ് എംപ്ലോയീസ് ഒന്നുമില്ല. അത് 24 മണിക്കൂറും ആക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ കുറേ വട്ടം അതിലേക്ക് വിളിച്ചിട്ടും കിട്ടിയിട്ടൊന്നുമില്ല. മരിക്കാൻ പോകുന്ന ഒരാളെ വിളിക്കുന്നെങ്കിൽ അയാൾക്ക് അത്ര പേഷ്യൻസ് ഒന്നും കാണത്തില്ല. അപ്പോൾ അത് ഒട്ടും പ്രാക്ടിക്കലല്ല ടെലിമനസ്. വേറെ നമ്പേഴ്സ് ഇപ്പോൾ ഇല്ല. അപ്പോൾ അത് ഭയങ്കര ഭീകരമായിട്ടുള്ള സാഹചര്യമാണ്. ഇപ്പോൾ എപ്പോഴും ഒരു അർജൻറ്റ് കേസ് വരുമ്പോൾ പോലീസുകാരെ വിളിക്കാൻ ആയിരിക്കും, അങ്ങനെ എല്ലാവരും നിൽക്കത്തില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റും ഇല്ല. വേറെ രാജ്യങ്ങളിലൊക്കെ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അത് കണ്ട് പഠിക്കാൻ ഇവിടെ ഉള്ളവർ ശ്രമിക്കണം. അവർ ശ്രമിച്ചില്ലെങ്കിൽ നമ്മളിങ്ങനെ മെയിൽ അയച്ചും മീറ്റിംഗ് കൂടിയും എന്തെങ്കിലും കാര്യമുള്ളതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ബേസിക്കലി ചെയ്യുക. എല്ലാ ദിവസവും ഒരാളെങ്കിലും ആത്മഹത്യ എന്ന് പറഞ്ഞ ന്യൂസ് കാണാറുണ്ട്, അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും. അപ്പോൾ ഇത് ഡെയിലി നടക്കുന്നതുകൊണ്ട് ആത്മഹത്യാ പ്രതിരോധ കമ്മീഷൻ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ വയോജന കമ്മീഷൻ വന്നിട്ടുണ്ട്, ബാലാവകാശ കമ്മീഷനും ഉണ്ട്, വനിതാ കമ്മീഷനും ഉണ്ട്.
മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. ഈ ആത്മഹത്യ നിയന്ത്രിക്കലൊക്കെ ഇതിൻ്റെയൊക്കെ ഭാഗമാണ്. വനിതയായാലും കുട്ടിയായാലും മനുഷ്യനായാലും ഏതൊരു വർഗത്തിൽപ്പെട്ടാലും ഹ്യൂമൻസ് എന്നുള്ള ഇതിൽ പെടുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ അതിനുള്ള കാരണം എന്തായിരുന്നു, അന്നത്തെ സാഹചര്യം എന്തായിരുന്നു, എന്താ അതിന് കാരണം, ഇനി വേറെ ഒരാൾക്ക് എങ്ങനെ വരാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ അതിനെയൊക്കെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നടന്നിട്ടില്ല. ഇതിനു മുമ്പ് എനിക്കറിഞ്ഞൂടാ കേരളത്തിൽ ഇങ്ങനെ ആത്മഹത്യനെ കുറിച്ച് പഠനം നടന്നതായിട്ട് എൻ്റെ അറിവിലില്ല. പഠനം നടത്തിയില്ലെങ്കിൽ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ കുട്ടികൾ മരിക്കലും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മരിച്ചെന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അപ്പോൾ ആത്മഹത്യ ഭയങ്കരമായിട്ട് പ്രചാരവൽക്കരിക്കപ്പെട്ട കാലമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഹെൽപ്പ് ലൈൻ തുടങ്ങണം. അതിന് സർക്കാരിന് ഫണ്ടില്ല എന്ന് പറയാനാവില്ല. കാര്യം ഇതിനു മുമ്പ് പില്ലായിട്ട് അവർ അവതരിപ്പിച്ചിട്ട് അറിവില്ല. പില്ലായിട്ട് അവതരിപ്പിച്ചാൽ എന്തോരം പേരെ മരിക്കുന്നത്, ഓരോ മിനിറ്റിലും ഒരാൾ മരിക്കുന്നതൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട് WHO കണക്ക്. അപ്പോൾ കേരളത്തിലൊരു കണക്ക് ഉണ്ടാക്കണം, ഒരു ദിവസം എത്ര പേരൊക്കെ ആവറേജ് മരിക്കുന്നത്, ഏറ്റവും കൂടുതലുള്ള കാരണം എന്താ. ഇപ്പോൾ ലോൺ ആപ്ലിക്കേഷന് പോലും മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരു കൺട്രോൾ റൂം തുടങ്ങാം. ഇനി വീട്ടിലെ പ്രശ്നമാണ് ആത്മഹത്യക്ക്, വീട്ടിലെ പ്രശ്നം അറിയിക്കാനായിട്ടൊരു നമ്പർ തുടങ്ങാം. അങ്ങനെയൊക്കെ ചെയ്യണം, എന്നാലും ആത്മഹത്യ കുറയാനൊക്കത്തുള്ളൂ. ആത്മഹത്യാ കേസുകളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു സംഘടനയായിട്ട് ബന്ധപ്പെട്ട അതിൽ കുറേ പരിചയമുള്ളവരൊക്കെയാണ് സംഘടനയിൽ ഇരിക്കുന്നത്. പബ്ലിക് ഹെൽത്തും സൈക്യാട്രിയും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് ഇതിൽ കുറേ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെയാണ് ഇതിലിരിക്കുന്നത്. അപ്പോൾ അവരായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഇന്ന കേസ് പഠിക്കുകയും അതിനെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുകയും ഇനി അതിലെന്ത് ചെയ്യാൻ പറ്റുമെന്ന് എഴുതുകയും ഇനി അത് വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഈ ടു ചെറിഷ് ദ നാഷണൽ ഓണർ. അങ്ങനെ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, എന്നാലും ഈ സയൻസ് അങ്ങനത്തെ കുറേ ഫീൽഡ്സ് അതൊക്കെ പ്രൊമോട്ട് ചെയ്യണം, ഹ്യൂമാനിറ്റി പ്രൊമോട്ട് ചെയ്യണം, സിവിക് സെൻസ് പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെ എല്ലാ ലോ ബുക്കിലും ബേസിക്കായിട്ട് പറയുന്ന കാര്യമാണ്. അപ്പോൾ അത് കുറേ പേര് ഇങ്ങനെ തൊട്ടടുത്തും അയൽവാസികളും കൂട്ടുകാരും ബന്ധുക്കളൊക്കെ മരിക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇതില്ല, സിവിക് സെൻസിൽ പെട്ട കാര്യമല്ല. ഒരു കാര്യം കാണുമ്പോൾ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണം, എന്നിട്ട് ചെയ്യേണ്ടതാണ് അവരുടെ ഉത്തരവാദിത്വം. അപ്പോൾ ഇവിടെ കുറേ പേര് മരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുക, കാരണം എന്തായിരുന്നു എന്നും അതുമൂലം ഇപ്പോഴത്തെ ഒരു ആത്മഹത്യാ നിരക്കും അതിൻ്റെ കണക്കും ഈ റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള ആത്മഹത്യയും അതിൻ്റെ കണക്കും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നതിന് ശേഷം ഇതിലെന്തെങ്കിലും അന്തരം ഉണ്ടോ എന്ന് നോക്കണം. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഡെയിലി ഓരോ സ്ഥലത്തും ഓരോ ഭാഗത്തും സ്കൂളിലും നഴ്സറിയിലും ഒരു ഹൈദരാബാദിലും തോന്നെ വായിച്ചിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിർത്താനായിട്ട് പ്രത്യേക കമ്മീഷൻ രൂപീകരിക്കണം. അത് ഭയങ്കര അത്യാവശ്യമുള്ള കാര്യമാണ്. ഈ ഓരോ ഇയറിലും യൂത്തിൻ്റെ എണ്ണം ഇങ്ങനെ ആത്മഹത്യ ചെയ്ത് കുറഞ്ഞാൽ അത് കൺട്രിയുടെ പ്രൊഡക്ടിവിറ്റിയും കുറയും, ഈ കുറേ പേരെ ലൈഫിനെയൊക്കെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ അത് പഠിക്കാനായിട്ട് ഒരു കമ്മീഷൻ വെക്കണം, അല്ലെങ്കിൽ ഒരു ഹോട്ട് ലൈനെങ്കിലും തുടങ്ങണം. അത് ഇപ്പോൾ എല്ലാ കൺട്രീസിലും പ്രൈവറ്റ് ആൾക്കാരാണ് തുടങ്ങുന്നത്, ഗവൺമെൻറ് അങ്ങനെ അധികം തുടങ്ങിയിട്ടില്ല. ഓരോ NGO ഓർഗനൈസേഷനും സ്റ്റാർട്ടപ്പൊക്കെയാണ് തുടങ്ങാറ്. ഇന്ത്യയിൽ കുറച്ചുള്ളൂ ഞാൻ നോക്കിയിട്ട്. അപ്പോൾ അതൊന്നുകൂടി അതിനെക്കുറിച്ച് പബ്ലിക്കായിട്ട് ഈ സിനിമയിലൊക്കെ ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്നത് കാണിക്കുന്ന പോലെ TV-യിലും ഇടയ്ക്ക് പരസ്യവും യൂട്യൂബിൻ്റെ വീഡിയോ കടയിലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ സ്പോട്ടിഫൈയിൽ വരെ ആഡ് ആയിരുന്നില്ലേ. അപ്പോൾ അതുപോലെ സമയത്ത് സ്പോട്ടിഫൈയിലും ആത്മഹത്യ എന്തെങ്കിലും ഇങ്ങനത്തെ ഡിസ്ട്രസ് അടിച്ചിരിക്കാൻ നേരത്ത് വിളിക്കാനുള്ള നമ്പറും അത് ഈ ഡെയിലി റുട്ടീനിൽ ഭാഗമാക്കണം. സ്പോട്ടിഫൈയിലും പിന്നെ യൂട്യൂബിലെ ആഡിലും പിന്നെ ഇപ്പോൾ എന്തെങ്കിലും പത്രത്തിലോ ഡെയിലി പോകുന്ന ഒരാൾ ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലം, ഇപ്പോൾ ബാറിലാണെങ്കിൽ പോലും മദ്യപിച്ചു ഇരിക്കുന്നവരുണ്ട് കുറേ, ബാറിൽ വരെ ഇങ്ങനത്തെ നോട്ടീസൊക്കെ വെക്കാനായിട്ട് സ്കോപ്പ് ഉണ്ട്. അപ്പോൾ അത് കുറേ പേരെ ജീവിതത്തെ രക്ഷിക്കും. എന്നെ ബന്ധപ്പെടാനായിട്ട് മെയിൽ ID ഉണ്ട്, അത് amstrong@gmail.com എന്നാണ്. ബേസിക്കലി ഓർഗനൈസേഷൻ്റെ മെയിൽ തന്നെയുണ്ട്, അത് യൂത്ത് മെൻ്റൽ ഹെൽത്ത് അലയൻസ് @gmail.com എന്നാണ്. ഫിലിപ്പീൻസിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരായിട്ടാണ് ഇപ്പോൾ എന്തെങ്കിലും ആത്മഹത്യയൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പത്രവാർത്തകൾ പഠിക്കാനും പറ്റുമെങ്കിൽ അവരൊന്ന് വിളിച്ച് അന്വേഷിക്കാനും ഒരു റിപ്പോർട്ട് കൊടുക്കാനൊക്കെ അങ്ങനെ ശ്രമിക്കാറുണ്ട്, സ്വന്തം രീതിയിൽ താല്പര്യം എടുത്തിട്ട്.